ഹായ്, എല്ലാവർക്കും ലിഡ്സ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തൊട്ട് മുന്നത്തെ പാർട്ടുകൾ കണ്ടതിന് ശേഷം മാത്രം ഈ പാർട്ടിലേക്ക് വരിക. ഇനി തൊട്ട് മുന്നത്തെ പാർട്ടുകൾ എന്താണെന്ന് നിങ്ങൾക്കറിയാം. SSLC പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് വളരെ നിർബന്ധമായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നിങ്ങൾ പഠിച്ചിട്ട് പോകേണ്ട ചോദ്യങ്ങൾ, എല്ലാ ചോദ്യങ്ങളും ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഡയറക്റ്റ് വരണമെന്ന് ഒരു നിർബന്ധവുമില്ല. പക്ഷേ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കോൺസെപ്റ്റുകൾ കുറച്ചും കൂടി ഊട്ടി ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിർബന്ധമായിട്ടും പരീക്ഷയ്ക്ക് മുമ്പ് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ചെയ്യേണ്ട കുറച്ച് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളുടെ അടുത്ത പാർട്ടാണ്. നിങ്ങൾക്ക് കുറച്ച് മുമ്പത്തെ പാർട്ടിൽ നിന്ന് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് സമയം തന്നിരുന്നു. അപ്പോൾ അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ പാർട്ടിലേക്ക് വരുന്നതെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ നേരെ നമുക്ക് ഈ പാർട്ടിലേക്ക് പോകാം. നമ്മൾ ആദ്യം ടാൻജൻറ്റ് അല്ലെങ്കിൽ തൊടുവര എന്ന് പറയുന്ന പാഠത്തിലേക്കാണ് പോകുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്ത് നോക്കുന്നത്. അതിൽ ആദ്യം തന്നെ 166-ാമത്തെ പേജിലെ ഒന്നാമത്തെ ചോദ്യം. 166-ാമത്തെ പേജിലെ ഒന്നാമത്തെ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കാരണം, ഇത് ഒരു കൺസ്ട്രക്ഷനാണ്. നിർമ്മിതികളൊന്നും തന്നെ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ഇഗ്നോർ ചെയ്യരുത്. ഇഗ്നോർ ചെയ്യരുതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിനെ പരിഗണിച്ചിരിക്കണം. ഓക്കെ, നമ്മൾ ഒരിക്കലും ഒഴിവാക്കാൻ വേണ്ടി പാടില്ല. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നിർബന്ധമായിട്ടും ചെയ്ത് നോക്കുക. ദെൻ അതിനകത്തുള്ള മൂന്നാമത്തെ ചോദ്യങ്ങളുണ്ട്. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആ പ്രൂഫ് ഉപയോഗിച്ചു കൊണ്ടുള്ള ചോദ്യങ്ങൾ പലപ്പോഴും പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം ചെയ്യാൻ ഞാൻ നിർബന്ധിക്കുന്നൊന്നുമില്ല. ദെൻ നമ്മൾ നേരെ അടുത്തതിലേക്ക് പോകുന്ന 172-ാമത്തെ പേജിലേക്കാണ് പോകുന്നത്. ഓക്കെ, 172-ാമത്തെ പേജ് വരെ എടുത്തോളൂ. 172-ാമത്തെ പേജിൽ ഓൾറെഡി ടിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, ഒന്നാമത്തെ ചോദ്യവും 173 തൊട്ടടുത്ത പേജിലെ രണ്ടാമത്തെ ചോദ്യം നോക്കുക. രണ്ടും ഒരേ കോൺസെപ്റ്റ് ഉപയോഗിച്ച് തന്നെ ചെയ്യുന്ന ചോദ്യങ്ങളാണ്. ഓക്കെ, അതായത് ഒരു കോഡ് ടാൻജൻറ്റുമായിട്ട് രണ്ട് വശത്തും ഉണ്ടാക്കുന്ന ആംഗിൾസ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും എന്നുള്ള കോൺസെപ്റ്റ്. അത് ഈക്വൽ ആയിരിക്കും. വൃത്തത്തിൻ്റെ മറുഭാഗത്ത് ഉണ്ടാക്കുന്ന കോണും അതർ സൈഡിൽ ഉണ്ടാക്കുന്ന ആംഗിൾസും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും എന്നുള്ള കോൺസെപ്റ്റ് ഉപയോഗിച്ച് ചെയ്യുന്ന ചോദ്യമാണ്. 1, 2, 3 അങ്ങനെ തന്നെയാണ്. അപ്പോൾ 1, 2, 3 ചോദ്യങ്ങൾ നിർബന്ധമായിട്ടും 173-ാമത്തെ പേജിൽ നിന്ന് ചെയ്ത് നോക്കണം. ദെൻ അടുത്ത ഒരു ചോദ്യത്തിലേക്ക് വരുന്നത് 179-ാമത്തെ പേജിലാണ്. 179. 179-ാമത്തെ പേജിൽ ഇവിടെ ഏതൊക്കെയാണ് ചോദ്യങ്ങളിലെന്ന് നോക്കാം. രണ്ടാമത്തെ ചോദ്യം ടാൻജൻറ്റിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ, തൊടുവരയുടെ നീളം കണ്ടുപിടിക്കാനുള്ള ഒരു ചോദ്യമാണ്. ഇത് പല രീതിയിൽ ചോദിക്കാറുണ്ട്. ഇതേ സാധനത്തിനകത്ത് സർക്കിളിൻ്റെ റേഡിയസും കൂടി തന്നിട്ട് ആരവും കൂടി തന്നിട്ട് ഏരിയ കണ്ടുപിടിക്കുന്ന ടൈപ്പിലുള്ള ചോദ്യങ്ങളും പ്രതീക്ഷിക്കാം. എന്തായാലും ഈ രീതിയിലുള്ള ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ചെയ്ത് നോക്കണം. ഓക്കെ, ദെൻ അടുത്ത നമ്മൾ വരുന്നത് 180-ാമത്തെ പേജിലാണ്. 180-ാമത്തെ പേജിൽ നാലാമത്തെ ചോദ്യം PA/PB = PC² എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. 4ഉം 5ഉം അതേപോലത്തെ ചോദ്യമാണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താലും കുഴപ്പമില്ല. 5 ചെയ്താൽ കുറച്ചും കൂടി നല്ലത്. 4ഉം 5ഉം പറ്റുമെങ്കിൽ 4ഉം 5ഉം ചെയ്തോളൂ. വലിയ ടൈമൊന്നും എടുക്കില്ല. വളരെ സിമ്പിളായിട്ട് വളരെ 1 മിനിറ്റ് താഴെ കൊണ്ട് നമുക്ക് ചെയ്ത് തീർക്കാവുന്ന ചോദ്യമാണ്. ദെൻ അടുത്തത് വരികയാണെങ്കിൽ പേജ് നമ്പർ 185-ലേക്ക് നമുക്കൊന്ന് പോകാം. പേജ് നമ്പർ 185-ൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആൾക്കാരുണ്ട്. വേറൊന്നുമല്ല, കൺസ്ട്രക്ഷനാണ്, നിർമ്മിതിയാണ്. ഓക്കെ, 4 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്ററിലെ ട്രയാങ്കിൾ വരച്ചിട്ട് അതിന് ഇൻ സർക്കിൾ അന്തർവൃത്തം വരയ്ക്കുക എന്നുള്ളൊരു ചോദ്യമാണ്. അതുപോലെ തന്നെ റോംബസ് 5 സെൻറ്റിമീറ്റർ സൈഡിലെ റോംബസ് വരയ്ക്കണം. അതിൻ്റെ ഒരു ആംഗിൾ 50 ഡിഗ്രി ആയിരിക്കണം. അതിനെന്ത് ചെയ്യണം, ഇൻ സർക്കിൾ വരയ്ക്കണം, അന്തർവൃത്തം വരയ്ക്കണം. അപ്പോൾ ആ ചോദ്യവും ഇമ്പോർട്ടൻ്റ് ആണ്. കൺസ്ട്രക്ഷനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഓൾറെഡി ലീഡ്സ് അക്കാദമിയുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും കാണുക, കണ്ട് വരച്ച് പഠിക്കുക. അടുത്ത പാഠത്തിലേക്ക് പോകാൻ ഘനരൂപങ്ങൾ അല്ലെങ്കിൽ സോളിഡ്സിൽ നിർബന്ധമായിട്ട് നിങ്ങൾ നോക്കേണ്ടത് അതിൻ്റെ ഇക്വേഷൻസ് ആണ്. ഏകദേശം 15, 16, 17ഓളം ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഇക്വേഷൻസ് ഒക്കെ നിർബന്ധമായിട്ടും പഠിച്ചു വയ്ക്കുക. നമ്മുടെ ആദ്യം വരുന്നത് ഇതിനകത്ത് സ്ക്വയർ പിരമിഡ് ഇല്ലെങ്കിൽ സമചതുര സ്തൂപികയാണ്. അപ്പോൾ എല്ലാ ടൈപ്പ് ചോദ്യങ്ങളും ഇതിനകത്ത് ഇന്നത് എന്ന രീതിയിൽ പ്രഡിക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ എല്ലാം നിങ്ങളോട് പഠിക്കാൻ വേണ്ടി പറയുന്നില്ല. എന്നാലും കുറച്ച് ചോദ്യങ്ങൾ പറയുന്നുണ്ട്. ആ ചോദ്യങ്ങൾ നിർബന്ധമായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക. നമുക്ക് 191-ാമത്തെ പേജിലേക്കൊന്ന് പോവുകയാണെങ്കിൽ 190-ാമത്തെ രണ്ടാമത്തെ ചോദ്യം നോക്കുക. രണ്ടാമത്തെ ചോദ്യം ഞാൻ ഓൾറെഡി ഇവിടെ ടിക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു കളർ പേപ്പറും കൊണ്ട് പൊതിയുകയോ അല്ലെങ്കിൽ പെയിൻ്റ് അടിക്കുകയോ ചെയ്യുന്ന ടൈപ്പ് ചോദ്യങ്ങളുണ്ട്.
അപ്പോൾ ആ ടൈപ്പ് ചോദ്യം ഒന്ന് പരിശീലിക്കുക, ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. രണ്ടാമത്തത് ദെൻ 3, 4, 5 ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പേജ് നമ്പർ 192 ദെൻ സമയം പോലെ ചെയ്ത് നോക്കുക. ദെൻ ഒരെണ്ണം ചെയ്താലും കോൺസെപ്റ്റ് പെട്ടെന്ന് കിട്ടുമല്ലോ എന്നോർത്താണ് അത് പറയാത്തത്. പിന്നെ സമയപരിമിതി ഉണ്ടാകും. പറ്റുമെങ്കിൽ അത് 3, 4, 5 ചെയ്യണം. ദെൻ നമുക്കിനി നേരെ പോകാനുള്ളത് 195 പേജിലേക്കാണ്. 195 പേജിൽ ഞാൻ ഓൾറെഡി ടിക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നോക്കുക. ഒന്നാമത്തെ ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ ചോദ്യം റേഷ്യോ ഉപയോഗിച്ചിട്ട്, ഓക്കെ, അംശബന്ധം ഉപയോഗിച്ചുള്ള ചോദ്യം ഈ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ കോണിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ സ്പിയറിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മിക്കപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, ഒരു കാര്യം ചോദിക്കാറുണ്ട്. 1ഉം 2ഉം ചോദ്യങ്ങൾ നിർബന്ധമായിട്ടും ചെയ്ത് നോക്കുക. ദെൻ 2ഉം 3ഉം 4ഉം പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. 2, 3, 4 അതേപോലെ തന്നെ 6ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. കാരണം കുറച്ചും കൂടി നമ്മുടെ ഇതിനെക്കുറിച്ചുള്ള ധാരണ കുറച്ചും കൂടി നമുക്ക് കിട്ടും ഈ പാഠവുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ദെൻ പിന്നെ ഏത് ചോദ്യം വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും, അതാണ് അതിൻ്റെ ഒരു ഗുണം. ഓക്കെ, മിനിമം ഞാൻ ഈ പറയുന്ന ചോദ്യങ്ങൾ എല്ലാം ചെയ്ത് നോക്കാൻ നമുക്ക് ഇനി ഒരു 10 മാസം കൂടി വേണ്ടി വരും. അതുകൊണ്ടാണ് മിനിമം പരീക്ഷയ്ക്ക് മുന്നേ ഉള്ള ഒരു ക്ലാസ് ആയതുകൊണ്ടാണ് പറയുന്നത് മിനിമം ചെയ്ത് നോക്കേണ്ട ചോദ്യങ്ങൾ. അതേപോലെ 7ാമത്തെ ചോദ്യവും പലപ്പോഴായിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് 7ാമത്തെ ചോദ്യം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് വയ്ക്കുന്നത് വളരെ ഉചിതമായിരിക്കും. ദെൻ പേജ് നമ്പർ 198 പോയി കഴിഞ്ഞാൽ ഒന്നാമത്തെ ചോദ്യം, അതായത് x/360 = r/l എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ഉള്ളൊരു ചോദ്യം മിക്കപ്പോഴും തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. അതിൻ്റെ സ്ലാൻഡ് ഹൈറ്റ്, ചരിവ് ഉയരം ചോദിക്കാറുണ്ട്, റേഡിയസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ചോദ്യം നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വയ്ക്കണം, ഒന്നാമത്തെ ചോദ്യം. ദെൻ അടുത്തത് 199 പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം നല്ല പ്രാധാന്യത്തോടു കൂടിയിട്ട് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ മൂന്നാമത്തെ ചോദ്യവും പ്രാധാന്യമുണ്ട്. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി, അത് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് പ്രോബ്ലമാണ്. ഓരോ സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിട്ട് അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ട പ്രോബ്ലമാണ്. 1ഉം 2ഉം നിർബന്ധമായിട്ട് നോക്കുക. അതേപോലെ തന്നെ മൂന്നാമത്തേന് എന്ത് ചെയ്യുക, ഒന്ന് കൺസിഡർ ചെയ്യുക. ഓക്കെ, സമയത്തിനനുസരിച്ചാണ് കൺസിഡർ ചെയ്യുക എന്ന് പറയുന്നതിന് അങ്ങനെ ഉദ്ദേശിച്ചുള്ള സമയം നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തിരിച്ചു വന്നിട്ട് അത് ചെയ്യുക തന്നെ വേണം. ദെൻ പേജ് നമ്പർ 200 പോവുകയാണെങ്കിൽ രണ്ടാമത്തെ ചോദ്യം, അതുപോലെ തന്നെ നമുക്ക് വരുന്നതാണ് 4ാമത്തെ ചോദ്യം. 4ാമത്തെ ചോദ്യം നിർബന്ധമായിട്ടും നോക്കണം. കാരണം അതിനകത്ത് എന്താണ്, റേഷ്യോ വരുന്ന ടൈപ്പ് ചോദ്യങ്ങളാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു അങ്ങനത്തെ അംശബന്ധം വരുന്ന ചോദ്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞായിരുന്നു അങ്ങനത്തെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതെന്തായാലും നോക്കുക. ദെൻ ഇനി 5ാമത്തെ ചോദ്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് അല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്ത് നോക്കേണ്ട ഒരു പ്രോബ്ലമാണ്, കൺസിഡർ ചെയ്യുക. ദെൻ അടുത്ത ടോപ്പിക്കിലേക്ക് വരികയാണെങ്കിൽ പേജ് നമ്പർ 203 ചോദ്യങ്ങൾ നോക്കുക. 203 ഒന്നാമത്തെ ചോദ്യം എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ മൂന്നാമത്തെ ചോദ്യം, അതായത് മെൽറ്റ് ആൻഡ് റീകാസ്റ്റ്, ഉരുക്കിയിട്ട് മറ്റൊന്നുണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഓർക്കുക വോളിയം, അതിൻ്റെ വ്യാപ്തം എന്തായിരിക്കും, സെയിം ആയിരിക്കും. ആ ടൈപ്പ് ചോദ്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ 6ാമത്തെ ചോദ്യങ്ങൾ, അത് പല രീതിയിൽ ചോദിക്കാം. ഞാനിത് ഇവിടെ വരച്ച പോലെ ഒരു ഫിഗറായിട്ട് ചോദിക്കാം. അതായത് ഒരു കോണിൻ്റെ അടിയിൽ എന്താണ്, ഒരു ഹെമിസ്ഫിയർ, അർദ്ധഗോളം വെച്ചിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ ഇതാ മുകളിൽ ഒരു കോണുണ്ട്, വൃത്തസ്തൂപികയുണ്ട്, ഒരു സിലിണ്ടർ ഉണ്ട്, അതായത് വൃത്തസ്തംഭമുണ്ട്, അതിൻ്റെ താഴെ ഒരു ഹെമിസ്ഫിയർ ഉണ്ട്, അത് വെച്ചിട്ടുള്ള ഒരു രൂപം ചോദിക്കാം. സാധ്യതകളിലാണ് പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുള്ളതുമാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ഘനരൂപങ്ങൾ അല്ലെങ്കിൽ സോളിഡ്സ് എന്ന പാഠത്തിൽ നിന്ന് മിനിമം ചെയ്ത് നോക്കണം. ഓക്കെ, മിനിമം ആണ് പറഞ്ഞത്, മാക്സിമം എല്ലാ ചോദ്യങ്ങളും തന്നെ ചെയ്യേണ്ടതാണ്. മിനിമം അത്രയും ചോദ്യങ്ങളെങ്കിലും ചെയ്ത് നോക്കണം. ഇനി നമ്മൾ നേരെ പോകുന്നത് ജോമെട്രി ആൻഡ് ആൾജിബ്ര എന്ന് പറയുന്ന പാഠത്തിലാണ്. അതിൽ നമുക്ക് 213 പേജിലേക്ക് നേരെ പോകാം. 213 പേജിൽ ഒന്നാമത്തെ ചോദ്യം മിക്കപ്പോഴും ചെറിയ മാർക്കിന് ചോദിക്കാറുണ്ട്. അതായത് 4th വെർട്ടെക്സ്, 4ാമത്തെ മൂലയുടെ സൂചക സംഖ്യ കണ്ടുപിടിക്കുന്ന രീതിയിൽ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ അതൊന്ന് കണ്ടുപിടിക്കുക, അറിയാം അല്ലേ. 4th വെർട്ടെക്സ് കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈവ് സെഷൻസുകളിലും അതുപോലെ തന്നെ റെക്കോർഡഡ് വീഡിയോസിലൊക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. സിമ്പിളാണ്. അപ്പം അതൊന്ന് കണ്ടുപിടിക്കുക, ദെൻ ചെയ്തു പഠിക്കുക. ഓക്കെ, ദെൻ അടുത്തത് 5ാമത്തെ ചോദ്യം പേജ് നമ്പർ 214 പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുള്ളൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതൊന്ന് ചെയ്ത് നോക്കുക, 5ാമത്തെ ചോദ്യം. ദെൻ ഇനി അടുത്തത് നമ്മൾ അടുത്ത പേജിലേക്കാണ് വരുന്നത്. 217 4ഉം 5ഉം ചോദ്യങ്ങൾ ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളായിട്ട് കണക്കാക്കി ചെയ്ത് നോക്കണം. ഓക്കെ, ചെയ്ത് നോക്കണം. ഇച്ചിരി സമയം എടുക്കാമായിരിക്കും, നോ പ്രോബ്ലം, ബട്ട് ചെയ്ത് തന്നെ നോക്കണം. 4ഉം 5ഉം ചോദ്യങ്ങൾ.
ദെൻ നമുക്ക് നേരെ അടുത്തതിലേക്ക് വരാം. റേഷ്യോ അല്ലെങ്കിൽ അനുപാതം എന്ന് പറയുന്ന കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ പേജ് നമ്പർ 220 ഒന്നാമത്തെ ചോദ്യവും മൂന്നാമത്തെ ചോദ്യം രണ്ടൊക്കെ ഏതാണ്ട് ഇതേ കോൺസെപ്റ്റിൽ തന്നെ വരുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് ഞാൻ 1ഉം 3ഉം മാത്രം എടുത്തിട്ടുള്ളത്. 1ഉം 3ഉം സെൻട്രോയിഡ് കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊരു മെത്തേഡുണ്ട്. അതായത് 3 പോയിന്റുകളല്ല, ഒന്നാമത്തെ ഉണ്ട്, 2 പോയിന്റ് ഉണ്ട്, മൂന്നാമത്തെ പോയിന്റ് ഉണ്ട്. ഇതിലെ ഓരോന്നിലും x1ഉം y1ഉം x2ഉം y2ഉം x3ഉം y3ഉം ഉണ്ട്. അങ്ങനെയെങ്കിൽ x1 + x2 + x3/3 കോമയിട്ട് അപ്പുറം എഴുതാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് താഴെ എഴുതുകയാണ്. y1 + y2 + y3/3 2 അല്ല 3 എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് സെൻട്രോയിഡ് അല്ലെങ്കിൽ അതിൻ്റെ മധ്യമ കേന്ദ്രം കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലുള്ള ഇക്വേഷൻ അല്ല, സിമ്പിളായിട്ട് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനാണ് പറഞ്ഞത്. ദെൻ ഇനി അടുത്ത പേജിലേക്ക് നമുക്ക് പോകാം. ഈ പാഠത്തിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. 227-ാമത്തെ പേജിൽ 1ഉം 2ഉം ചോദ്യങ്ങൾ അതീവ പ്രാധാന്യത്തോടുകൂടി ചെയ്ത് നോക്കുക. 1ഉം 2ഉം ചോദ്യങ്ങൾ ചെയ്ത് നോക്കണം. ഓക്കെ, ദെൻ അതിനുശേഷം നമുക്ക് വരുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് പേജ് നമ്പർ 231 അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗമാണത്. അതിൽ ഒന്നാമത്തെ ചോദ്യം ചെയ്ത് നോക്കുക. ഇക്വേഷൻ ഓഫ് എ ലൈൻ എപ്പോഴും ഓർത്തിരിക്കണം കേട്ടോ. ദെൻ ഒന്നാമത്തെ ചോദ്യം, രണ്ടാമത്തെ ചോദ്യം, അതുപോലെ തന്നെ നാലാമത്തെ ചോദ്യം ഓർക്കണം. കാരണം അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. പറയാൻ വേറൊന്നുമല്ല, കാരണം ട്രിഗണോമെട്രിയുമായിട്ട് അതിന് ചെറിയ ബന്ധമുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ ചോദ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം. ദെൻ പേജ് നമ്പർ 232 വന്നാൽ, ഈ പാഠത്തിൻ്റെ അവസാനത്തിലേക്ക് വന്നാൽ, ആറാമത്തെ ചോദ്യം, ഏഴാമത്തെ ഇക്വേഷൻ ഓഫ് എ ലൈൻ, വരയുടെ സമവാക്യം, ഇക്വേഷൻ ഓഫ് എ സർക്കിൾ, വൃത്തത്തിൻ്റെ സമവാക്യം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ 6ഉം 7ഉം 9ഉം ചോദ്യങ്ങൾ ചെയ്ത് തന്നെ പഠിക്കുക. ചെയ്ത് പഠിക്കണം മക്കളെ. മാത്സ് നമ്മൾ വായിച്ച് നോക്കിയിട്ട് കാര്യമില്ല, ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് സംശയങ്ങൾ വരിക. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, കൂടുതൽ പഠിക്കാനും നമുക്ക് സാധിക്കുക. ദെൻ നമുക്ക് ബഹുപദങ്ങൾ എന്ന് പറയുന്ന അടുത്ത പാഠത്തിലേക്ക് വരാം. പോളിനോമിയൽസ്. നമുക്ക് 2 കൺസെപ്റ്റ് അതിനകത്ത് പഠിക്കാനുള്ളൂ. x - a ഘടകമാണെങ്കിൽ p of a 0 ആയിരിക്കും. ദെൻ x + a ഘടകമാണെങ്കിൽ ഫാക്ടറാണ് p of - a 0 ആയിരിക്കും. ദെൻ നമുക്ക് ഇതിൽ ആദ്യം ചെയ്യേണ്ട ചോദ്യങ്ങൾ 237-ലാണുള്ളത്. ഒരു പോളിനോമിയൽ തന്നിട്ട് അതിനെ 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ഒന്നാംകൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായിട്ട് എഴുതാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. 3 മാർക്ക് പോലെയുള്ള ചെറിയ മാർക്കുകൾക്കൊക്കെ അത് ചോദിക്കാറുണ്ട്. ഇതിലേതെങ്കിലും ഒരു 2 ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വൃത്തിയായിട്ട് ചെയ്ത് പഠിക്കുക. 237. ദെൻ ഇനി അടുത്തത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പേജ് നമ്പർ 240 വരുന്നതാണ്. ഒന്നാമത്തെ ചോദ്യമാണ്. 2 പോളിനോമിയൽ തന്നിട്ട് രണ്ടാമത് തരുന്നത് എന്താണ്, ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആയിരിക്കും, ഒന്നാംകൃതി ബഹുപദമായിരിക്കും. അത് രണ്ടാമത് തരുന്നത്. ഒന്നാമത്തേതിൻ്റെ ഘടകമാണോ ഫാക്ടറാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി അല്ലെങ്കിൽ ഏത് നമ്പർ കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫാക്ടർ ആകും എന്നുള്ളൊരു ചോദ്യമാണ് ഉള്ളത്. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കണം. അതിനകത്ത് സബ് ക്വസ്റ്റ്യൻ 1ഉം 2ഉം ഒക്കെ ഒന്ന് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ഒരു മൈനസ് ഉള്ളതും ഒരു പ്ലസ് ഉള്ളതും ചെയ്ത് നോക്കും. ദെൻ 2ഉം 3ഉം ചോദ്യങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു കെയുടെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങൾ മിക്കപ്പോഴും തന്നെ പോളിനോമിയൽ എന്ന് പറയുന്ന പാഠത്തിൽ നിന്ന് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് കെയിൻ്റെ വാല്യൂ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. ദെൻ ഇനി പാഠത്തിൻ്റെ അവസാനത്തിലേക്കാണ് ചോദ്യങ്ങൾ വരുന്നത്. അവസാനത്തിലേക്ക് വരുന്ന ഈ ടൈപ്പ് ചോദ്യങ്ങൾ നമുക്ക് -b ± √b² - 4ac ഉപയോഗിച്ച് ചെയ്യാൻ വേണ്ടി, അത് മിഡിൽ ടേം, നടുക്കത്തെ ടേമുകൾ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റാത്തൊരു ചോദ്യങ്ങളൊക്കെ ആയിരിക്കും ഭൂരിഭാഗം ഇതിനകത്ത് വന്നിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ -b ± √b² - 4ac/2a ഉപയോഗിച്ച് ചെയ്യേണ്ട ചോദ്യങ്ങളാണ്. ഓക്കെ, ഇതെല്ലാം ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. മൂന്നാമത്തെ ചോദ്യം ഓൾറെഡി നമ്മുടെ കെയുടെ വില കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഇതിന് വലിയ പ്രാധാന്യം കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ദെൻ നമുക്ക് ഇത്രയും ചോദ്യങ്ങളാണ് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തത്. ഈ ചോദ്യങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്ത് പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ. ചെയ്ത് തന്നെ പഠിക്കണം. ചെയ്ത് പഠിച്ചിട്ട് മറ്റ് ചോദ്യങ്ങൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളൊക്കെ എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്യാൻ വേണ്ടി എടുക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക. എവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ കിട്ടുന്നുണ്ടോ, ഗൈഡുകളാണെങ്കിലും മറ്റേത് രീതിയിലാണ് കിട്ടുന്ന ചോദ്യങ്ങൾ മാക്സിമം ചെയ്ത് നോക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ഒരു പാഠം കൂടി ഉണ്ടല്ലേ, സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടല്ലേ. സ്റ്റാറ്റിസ്റ്റിക്സിൽ പരീക്ഷയ്ക്ക് വരുന്ന സാധനം എന്താണോ അത് അങ്ങനെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ലീഡ്സ് അക്കാദമി ഒരു ചെറിയ വീഡിയോസ് ആക്കിയിട്ടിട്ടുണ്ട്. ആ വീഡിയോ നിർബന്ധമായിട്ടും കണ്ടു കഴിഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ കാര്യം അടിപൊളിയായിട്ട് നമുക്ക് പരീക്ഷ എഴുതാം. അതിനകത്തുള്ള മാർക്ക് സിമ്പിളായിട്ട് നമുക്ക് മേടിച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ എന്തായാലും ചോദ്യങ്ങൾ നല്ല രീതിയിൽ ടെക്സ്റ്റ് ബുക്കിലുള്ളതൊക്കെ
ഈ പറഞ്ഞ ചോദ്യങ്ങൾ മിനിമം ചെയ്ത് നോക്കണം. എന്നിട്ട് മറ്റ് ചോദ്യങ്ങളും ചെയ്തിട്ട് പരീക്ഷയ്ക്ക് വേണ്ടി സെറ്റാവുക. എന്തായാലും നമുക്ക് പരീക്ഷയ്ക്ക് മുന്നോടിയായിട്ട് ലൈവ് ക്ലാസ്സുകളും മറ്റ് ഷോർട്ട് ടിപ്പുകളൊക്കെ ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ഇനിയും വരും. അപ്പോൾ പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് പരീക്ഷ എഴുതുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.